നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് ഭരതനാട്യത്തിലെ ധ്യാന ശ്ലോകമാണ്. നമ്മൾ ഭരതനാട്യ പരിശീലനം ചെയ്യുന്നതിന് മുൻപ് ധ്യാന ശ്ലോകം ചൊല്ലണം. പരമ്പരാഗതമായി പിന്തുടരുന്ന ഒരു രീതിയാണിത്. ധ്യാന ശ്ലോകം എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഭരതനാട്യ പരിശീലനം തുടങ്ങേണ്ടത്. ഭഗവാൻ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമാണിത്. നൃത്തത്തിൻ്റെ അതിദേവനായി സങ്കല്പിച്ചിരിക്കുന്നത് ശിവഭഗവാനെയാണല്ലോ. നമ്മൾ നടരാജൻ എന്ന് പറയുന്നതും ശിവനെയാണ്. അതുകൊണ്ട് നൃത്തക്കളരിയിൽ നടരാജ ശ്ലോകം അല്ലെങ്കിൽ ധ്യാന ശ്ലോകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മുദ്രകൾ ഉപയോഗിച്ച് അഭിനയിച്ചു കൊണ്ടാണ് ധ്യാന ശ്ലോകം ചെയ്യേണ്ടത്. ഇനി ധ്യാന ശ്ലോകം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആംഗികം ഭുവനം യസ്യാ വാചികം സർവവാഗ്മയം ആഹാര്യം ചന്ദ്രതാരാദിതം നുമ സാത്വികം ശിവം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഈ ലോകം ശരീരമായുള്ളവനും സർവഭാഷകൾക്കും അധിപനായിട്ടുള്ളവനും ചന്ദ്രനക്ഷത്രാദികൾ ആഹാര്യമായിട്ടുള്ളവനും, ആഹാര്യം എന്ന് വെച്ചാൽ വേഷഭൂഷാദികൾ, സർവഗുണങ്ങൾക്കും ഇരിപ്പിടവുമായ ആ പരിശുദ്ധനായ ശിവനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ധ്യാന ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ധ്യാന ശ്ലോകം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.